വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരലിടുകയും അവന്റെ പാർശ്വത്തിൽ എന്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്കു ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോടുകൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കു സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എന്റെ കൈകൾ കാണുക. നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ഓർമ്മിക്കുക, ഇന്ന് വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ ദുഃഖ്രാന തിരുനാളിന്റെ ഓർമ്മ പുതുക്കുമ്പോൾ നാം തിരിച്ചറിയണം, സീറോ മലബാർ സഭയുടെ കാരണവരാണ് തോമാസ് ശ്ലീഹ. ദിദിമോസ് എന്നു പേരുള്ള തോമസ്. ദിദിമോസ് എന്ന വാക്കിന്റെ അർത്ഥം ഇരട്ട പിറന്നവൻ എന്നാണ്. തോമസിന്റെ കൂടെ ആരും പിറന്നിട്ടില്ല. ഈശോയുടെ രൂപസാദൃശ്യമുള്ളതുകൊണ്ടാണ് അങ്ങനെയൊരു പേര് വീണത്. ഈശോയെ വളരെയധികം സ്നേഹിക്കുകയും അവനോടുകൂടി നമുക്കും മരിക്കാമെന്ന് ആത്മാർത്ഥമായി പറയുകയും ചെയ്ത തോമസിന് ഏറ്റവും വലിയ വേദന സൃഷ്ടിച്ച നിമിഷമായിരുന്നു ഉത്തിതനായ ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ താനില്ലാതെ പോയത്. അതുകൊണ്ടാണ് തോമസ് പറഞ്ഞത്, ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുതുകൾ കാണുകയും അവയിൽ എന്റെ വിരലിടുകയും അവന്റെ പാർശ്വത്തിൽ എന്റെ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന്. തനിക്ക് ഉത്തിതനെ നേരിട്ട് കാണുവാനുള്ള അത്യധികം ആഗ്രഹം മാത്രമാണിതിനു കാരണം, അല്ലാതെ വിശ്വാസക്കുറവ് കൊണ്ടല്ല. തോമായുടെ വികാരം മനസ്സിലാക്കിയ ഈശോ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയായിരുന്നു. അതോടെ തോമാസ് ശ്ലീഹയായി മാറി. പരിശുദ്ധാത്മാവിനാൽ ജ്വലിക്കുകയും ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ കടലുകൾ താണ്ടി ക്ലേശങ്ങൾ സഹിച്ച് വേദപണ്ഡിതന്മാർ ധാരാളമുള്ള ഭാരതത്തിൽ, പ്രത്യേകിച്ച് കേരളക്കരയിലെത്തി വളരെ ശക്തമായി ക്രിസ്തുമതം പ്രചരിപ്പിക്കുവാൻ സാധിച്ചു. നമുക്ക് കിട്ടിയ പോലെ മറ്റാർക്കും ഇത്ര തീക്ഷ്ണമായ ഒരു നേതൃത്വം ലഭിച്ചിട്ടില്ലെന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തോമാശ്ലീഹായേ, യേശുവിൻ സ്നേഹിതനെ, ഭാരത മണ്ണിൽ വിശ്വാസത്തിൻ കൈത്തിരിയായവനെ. തോമാശ്ലീഹായേ, യേശുവിൻ സ്നേഹിതനെ, ഭാരത മണ്ണിൽ വിശ്വാസത്തിൻ കൈത്തിരിയായവനെ. വണങ്ങുന്നു ഞങ്ങൾ, സ്നേഹിക്കുന്നു നിന്നെ, ലോകമെങ്ങും സുവിശേഷത്തിൻ പ്രേഷിതരായിടാം. വണങ്ങുന്നു ഞങ്ങൾ, സ്നേഹിക്കുന്നു നിന്നെ, ലോകമെങ്ങും സുവിശേഷത്തിൻ പ്രേഷിതരായിടാം. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, വിശ്വാസത്താൽ ഈശോയെ നെഞ്ചിൽ ചേർത്തിടാം. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, വിശ്വാസത്താൽ ഈശോയെ നെഞ്ചിൽ ചേർത്തിടാം. തോമാശ്ലീഹായേ, യേശുവിൻ സ്നേഹിതനെ, ഭാരത മണ്ണിൽ വിശ്വാസത്തിൻ കൈത്തിരിയായവനെ.
സാക്ഷ്യജീവിതമേകാൻ നാഥൻ നമ്മെ വിളിക്കുമ്പോൾ ധീരതയേറും പടയാളികളായി മുന്നിൽ നിൽക്കണം. സാക്ഷ്യജീവിതമേകാൻ നാഥൻ നമ്മെ വിളിക്കുമ്പോൾ ധീരതയേറും പടയാളികളായി മുന്നിൽ നിൽക്കണം. സുവിശേഷത്തിൻ സാക്ഷികളായി ലോകത്തിൻ മുൻപിൽ ധൈര്യമോടെ ഉദ്ഘോഷിക്കാം ഉദ്ധിതനാഥനെ. സുവിശേഷത്തിൻ സാക്ഷികളായി ലോകത്തിൻ മുൻപിൽ ധൈര്യമോടെ ഉദ്ഘോഷിക്കാം ഉദ്ധിതനാഥനെ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, വിശ്വാസത്താൽ ഈശോയെ നെഞ്ചിൽ ചേർത്തിടാം. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, വിശ്വാസത്താൽ ഈശോയെ നെഞ്ചിൽ ചേർത്തിടാം. ലോകം മുഴുവൻ സുവിശേഷത്തിൻ ദീപ്തി പരത്തിടുവാനായി തെളിഞ്ഞു കത്തും ദീപം പോലെ ജ്വാല പരത്തിടാം. ലോകം മുഴുവൻ സുവിശേഷത്തിൻ ദീപ്തി പരത്തിടുവാനായി തെളിഞ്ഞു കത്തും ദീപം പോലെ ജ്വാല പരത്തിടാം. ആഴമേറും വിശ്വാസത്തിൻ നവമൊരു ചൈതന്യം കൃപയായരുളു ഞങ്ങൾക്കാം പ്രേഷിതതാതനേ. ആഴമേറും വിശ്വാസത്തിൻ നവമൊരു ചൈതന്യം കൃപയായരുളു ഞങ്ങൾക്കാം പ്രേഷിതതാതനേ. തോമാശ്ലീഹായേ, യേശുവിൻ സ്നേഹിതനേ, ഭാരതമണ്ണിൽ വിശ്വാസത്തിൻ കൈത്തിരിയായവനേ. തോമാശ്ലീഹായേ, യേശുവിൻ സ്നേഹിതനേ, ഭാരതമണ്ണിൽ വിശ്വാസത്തിൻ കൈത്തിരിയായവനേ. വണങ്ങുന്നു ഞങ്ങൾ, സ്നേഹിക്കുന്നു നിന്നെ, ലോകമെങ്ങും സുവിശേഷത്തിൻ പ്രേഷിതരായിടാം. വണങ്ങുന്നു ഞങ്ങൾ, സ്നേഹിക്കുന്നു നിന്നെ, ലോകമെങ്ങും സുവിശേഷത്തിൻ പ്രേഷിതരായിടാം. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, വിശ്വാസത്താൽ ഈശോയെ നെഞ്ചിൽ ചേർത്തിടാം. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, വിശ്വാസത്താൽ ഈശോയെ നെഞ്ചിൽ ചേർത്തിടാം. തോമാശ്ലീഹായേ, യേശുവിൻ സ്നേഹിതനേ, ഭാരതമണ്ണിൽ വിശ്വാസത്തിൻ കൈത്തിരിയായവനേ.